Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the topic meaning and features of branch. Today we are going to discuss what do you mean by branch accounting, what are the important objectives or purpose or importance or advantages of branch accounting. Objectives of branch accounting അല്ലെങ്കിൽ purpose, importance, advantages, etc. Okay. Today's topic start branch accounting. What is branch accounting? Branch accounting is an accounting system in which separate accounts are maintained for each branch of a company or organization or corporate entity. The primary objectives of branch accounts are better accountability and control, since the profitability and efficiency can be closely tracked at the branch level. Okay. Then what do you mean by branch accounting? Branch accounting is an accounting system. It is an accounting system in which separate set of books of accounts are prepared for each branch. ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഓരോ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓർ ടു ഐഡൻറ്റിഫൈ ദ എഫിഷ്യൻസി ഓഫ് ഈച്ച് ബ്രാഞ്ച് എക്സെട്ര. അപ്പം ഓരോ ബ്രാഞ്ചിൻ്റെയും എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ സെയിൽസ് എത്ര ആണ്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ആർ ബെറ്റർ അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ. ബെറ്റർ അക്കൗണ്ടബിലിറ്റിക്കും അതുപോലെ കൺട്രോളിന് വേണ്ടിയിട്ടും, കൂടാതെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ക്യാൻ ബി ക്ലോസ്ലി ട്രാക്ക്ഡ് അറ്റ് ദി ബ്രാഞ്ച് ലെവൽ. ഓരോ ബ്രാഞ്ച് ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എഫിഷ്യൻസി എത്ര ആണ് എന്ന് ക്ലോസ്ലി ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് എന്തെന്ന് പറയുക? ബ്രാഞ്ച് അക്കൗണ്ടിങ്. ആ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രാഞ്ച് അക്കൗണ്ട്സ്. ആ പ്രോസസ്സിനെ എന്തെന്ന് പറയും? ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയും. ഓക്കെ. ദെൻ സെക്കൻഡ് ടോപ്പിക് ഈസ് objectives of branch accounting. Objectives of branch accounting. First objective is to know the profit or loss of each branch. To know the profit or loss of each branch. Okay. നോക്കാം. The head office has to know the profit or loss at each branch in order to measure the efficiency of each branch. ഓരോ ബ്രാഞ്ചിൻ്റെ എഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ, ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. ദ ഹെഡ് ഓഫീസ് ഹാസ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് each branch on a particular date. It is highly essential for financial planning. അപ്പം ആ ബ്രാഞ്ചസിൻ്റെ അല്ലെങ്കിൽ ആ ഹെഡ് ഓഫീസിന് ബ്രാഞ്ചസിനെ ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്ത് അത്യാവശ്യമാണ്? ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ അത്യാവശ്യം ആണ്. ഓക്കെ. ദെൻ തേർഡ് വൺ, ടു കൺട്രോൾ the statutory requirements or to control the activities of the business. To control the activities of the branches. ബ്രാഞ്ചസിൻ്റെ ആക്ടിവിറ്റീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ സഹായിക്കും. ഓക്കെ. The next objective is to find out the requirements of goods or cash for each branch. To find out the requirements of goods or cash for each branch. അപ്പം ആ ബ്രാഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സോ അതുപോലെ അവരുടെ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് മെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് അറിയാനായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. പെറ്റി ക്യാഷ് അപ്പം നമുക്ക് അറിയാൻ പറ്റും ബിസിനസ്സിന് വേണ്ടിയിട്ട് പെറ്റി ക്യാഷോ അല്ലെങ്കിൽ ഇനി ഗുഡ്സ് ഓൾറെഡി ബിസിനസ്സിലേക്ക് ബ്രാഞ്ചസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ടു പ്രൊവൈഡ് കോൺക്രീറ്റ് സജഷൻ ഫോർ ബിസിനസ്. ടു പ്രൊവൈഡ് കോൺക്രീറ്റ് സജഷൻ ഫോർ ബിസിനസ് ആണ്. ടു ഗീവ് കോൺക്രീറ്റ് സജഷൻ ഫോർ the improvement in the working of the various branches, proper books of accounts are to be kept. അപ്പോൾ നമുക്കറിയാം പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കെപ്റ്റ് ചെയ്യുന്നത് വഴി ഓരോ ബ്രാഞ്ചസിനും എന്തൊക്കെ സജഷൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് അത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളതാകാം, അതിൻ്റെയൊക്കെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സജഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ടു കമ്പയർ ദ പെർഫോമൻസ് ഓഫ് വൺ ബ്രാഞ്ച് വിത്ത് അനദർ.
to compare the performance of one branch with another. നമുക്കറിയാം സെയിം ഹെഡ് ഓഫീസ് സപ്പോസ് കൊല്ലത്താണ്, അതിൻ്റെ ഒരു ബ്രാഞ്ചസ് കരുനാപ്പള്ളിയിൽ ഓപ്പൺ ചെയ്യുന്നു, നെക്സ്റ്റ് ബ്രാഞ്ച് പിന്നെ കൊട്ടിയത്ത് ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം കൊല്ലത്താണോ കൊട്ടിയത്താണോ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റായിട്ട് നടക്കുന്നത് എവിടെയാണ്, അങ്ങനെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ, അതിൻ്റെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന വഴി. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും ആക്ടിവിറ്റീസിനെ നമുക്ക് വിലയിരുത്താനായിട്ടും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് വൺ ഏതാണ്? ടു മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. നോക്കാം. In order to meet the statutory requirements as to audit of the accounts of branches of the company. Okay, the branches as well as the head office have to maintain proper accounts. Okay, നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ആവശ്യമാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. ദാറ്റ് മീൻസ് ബ്രാഞ്ച് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഓഡിറ്റ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം? ലീഗൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ബ്രാഞ്ചസും എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ആരും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം? ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓരോ ബ്രാഞ്ചിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആര് പ്രിപ്പയർ ചെയ്യണം? ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയും ആണ് എന്തെന്ന് പറയുക. ദർ ആർ 7 ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഹാവ് എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ടിങ്. ഓക്കെ, dear students, today we discuss the topic meaning of branch accounting and what are the important objectives of branch accounting. Okay, dear students, watch and listen the videos carefully and try to work out the assignment question. What is branch accounting and what are the important objectives of branch accounting? Okay.